എന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ 10% വന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ കമ്പൈൻ സ്റ്റഡിയിൽ സംഭവിക്കുക എന്താന്ന് വെച്ചാല് എന്റെ 10% ഉയരും. ഒരിക്കലും അയാളെ 70%-ലേക്കാൾ കൂടുതൽ അത് പോവില്ല. ഇനി ഞാനൊരു 40%-ലേക്കാണ് വന്നെങ്കിൽ അയാൾ 70-40-ലേക്ക് അതായത് ഒരേ ലെവലിലേക്ക് എല്ലാവരും എത്തുന്ന അവസ്ഥ വരും. അപ്പൊ ചില ആളുകൾക്ക്, ഒന്നും പഠിക്കാത്ത ആളുകൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പഠിച്ച ആൾക്ക് ചിലപ്പോൾ അതിന് ചില റിയലൈസേഷനുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പഠനം കംപ്ലീറ്റ് ആവാത്തൊരവസ്ഥ എന്തായാലും ഉണ്ടാവും. അത് ശരി. എൻ്റെ ഒരു പഠിപ്പിയായ കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ കമ്പനി സ്റ്റഡിക്ക് വരൂല. അവൻ പറയുന്നത് അറിയോ, നിങ്ങളെ പെരുന്നാല് നിന്റെ ഉള്ളത് കൂടിയും പോകുന്ന പറയാം. അങ്ങനെ ഉണ്ടായിരുന്നു. അത് പല ടൈപ്പ് ആളുകൾ. ചില ആളുകൾക്ക് ഭയങ്കര എക്സ്പ്രസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളുണ്ടാവും. അവരത് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ അവസരത്തെ യൂസ് ചെയ്യും. പക്ഷെ അവർക്ക് മാർക്ക് ഉണ്ടായിക്കോളണമെന്ന് ഒരു നിർബന്ധമില്ല. എന്നാൽ വേറെ ചില ആളുകളും ഉണ്ട് കേട്ടോ, അത് നന്നായിട്ട് പഠിച്ചത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റും. നിങ്ങൾ അങ്ങനെയല്ലേ? ഞാൻ അങ്ങനെ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക വെച്ചാൽ എനിക്കതൊരു റിവിഷൻ പോലെയാ. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാണ്, ഒറ്റയ്ക്ക് പഠിക്കുക, ഞാൻ റിവൈസ് ചെയ്യാം. ആ സൗണ്ട് കേട്ടിട്ട് ബാക്കിയുള്ളവർ വേണമെങ്കിൽ അവര് ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതും, ഞാൻ റിവൈസ് ചെയ്ത് എഴുതും. അങ്ങനെ ഒരു വ്യത്യാസം. എന്താ വേണ്ടത് തിരിച്ചറിയലാണ്. അതെ.